ഞങ്ങളുടെ ചെറുപ്പത്തിൽ ബർത്ത്ഡേ കൊണ്ടാടുന്ന പതിവില്ലായിരുന്നു. എല്ലാവർക്കും ബർത്ത്ഡേ ഉള്ളതായിട്ട് എനിക്ക് അറിയാനും വയ്യായിരുന്നു. ഡേറ്റ് ഓഫ് ബർത്ത് എനിക്കറിയായിരുന്നു. ബർത്ത്ഡേ എന്നുള്ളത് ഒരു ആഘോഷമാണ്. നമ്മൾ ബർത്ത്ഡേ എന്ന് പറയും, കുഞ്ഞുങ്ങൾ ഹാപ്പി ബർത്ത്ഡേ എന്നാണ് പറയുന്നത്. ഇന്ന് എനിക്കും അങ്ങനെ ആയെന്ന് കേട്ടു. ഓക്കെ, എനിവേ താങ്ക് യു സോ മച്ച്. ദൈവത്തിൻ്റെ കരുണയാൽ ഇന്ന് രാവിലെ അല്ലെങ്കിൽ ഇന്ന് എപ്പോഴാണ്, ഇന്ന് 65ാമത്തെ വയസ്സിലേക്ക് കയറി. ഞാൻ രാവിലെ എൻ്റെ ഭാര്യയോട് പറഞ്ഞായിരുന്നു, ഒരു റൗണ്ട് ഫിഗർ പറയുന്നത് നല്ലതാണ്. അതിൻ്റെ അർത്ഥം ഞാൻ ഇവിടുത്തെ പ്രായമുള്ള ആളാണെന്നല്ല, പ്രായമുള്ളവരിൽ ഒരാളാണ്. എന്നേക്കാൾ പ്രായമുള്ളവർ ഈ ചർച്ചിലുണ്ട്. എന്നേക്കാൾ 10ഉം 15ഉം വയസ്സ് വരെ, എൻ്റെ അറിവിൽ 15 വയസ്സിൽ കുറയാതെ അതിനേക്കാൾ അധികം പ്രായ കൂടുതലുള്ളവരുണ്ട്. 65 വയസ്സ് പ്രായക്കുറവുള്ളവരുമുണ്ട്. എല്ലാവർക്കും കൂടെ ഒരുമിച്ച് ചിന്തിക്കുവാൻ കർത്താവ് തന്ന കൃപയ്ക്കായി സ്തോത്രം. ഈ കഴിഞ്ഞ നാളുകൾ ദൈവത്തിൻ്റെ കരുണയാൽ അതിശയവും അത്ഭുതവുമായി കർത്താവ് നടത്തി. ഓക്കെ, ഞാൻ അവിടെ നിന്ന് മാറട്ടെ. നമ്മൾ ദൈവത്തിൻ്റെ വചനത്തിലേക്ക് കയറാൻ പോവുകയാണ്. അതിന് മുമ്പേ ഞാനൊരു കാര്യം, 1-2 കാര്യങ്ങൾ ഓർപ്പിക്കാൻ താല്പര്യപ്പെടുന്നു. 1-2 കാര്യങ്ങൾ ഓർപ്പിക്കാനായി ഒന്നുകിൽ തൻ്റെ ശുശ്രൂഷയിൽ താല്പര്യമില്ലാതെ പോയവർ, അല്ലെങ്കിൽ തന്നെ ക്രിറ്റിസൈസ് ചെയ്യാൻ പെടുന്നവർ, അല്ലെങ്കിൽ ആത്മമണ്ഡലത്തെ എതിർക്കുന്നവർ ഒരുപാട് ക്രിറ്റിസൈസേഷൻ പറയുന്നുണ്ട്. തൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ നിന്നുള്ള പോരാട്ടം തനിക്ക് ആവശ്യം പോലെ ഉണ്ട്. അതിൻ്റെ പുറകിലാണ് ഒരു ആക്സിഡൻ്റ് ഉണ്ടായത്. ഇങ്ങനെ പല കാര്യങ്ങൾ ഒരുമിച്ച് ചേർന്നതുകൊണ്ട് തന്നെ എത്തി. ഒരുപാട് അവിഖ്യാതികൾ ആളുകളെക്കുറിച്ച് പറഞ്ഞുണ്ടാക്കുന്നവരുണ്ട്. ഞാൻ ഇന്നലെ വൈകിട്ട് ഇവിടെ പറഞ്ഞു, ഇന്നലെ എൻ്റെ കയ്യിൽ ഒരു പാക്കറ്റ് കിട്ടി, മൊത്തം ബാസേഴ്സിനെ ചീത്ത പറഞ്ഞ് എഴുതിയിരിക്കുന്ന പേപ്പറുകളാണ്. നിശ്ചയമായും ജീവിതവും പ്രസംഗവും രണ്ടാണെങ്കിൽ നിരൂപിക്കുന്നതിൽ തെറ്റുണ്ടെന്നല്ല ഞാൻ പറഞ്ഞത്, അങ്ങനെ എൻ്റെ കണ്ടാലും പറയുന്നത് നല്ലത്. പക്ഷേ ഒരുപാട് ഫേക്ക് ഇൻഫർമേഷൻസ് ആളുകൾ കൊടുക്കാറുണ്ട്. തെറ്റായ ധാരണകൾ ഒരുപാട് ആളുകൾ കൊടുക്കാറുണ്ട്. അത് ഏത് ജീവിക്കുന്ന ദൈവവേദനയെതിരെയും തെറ്റായ ധാരണകൾ ഉണ്ടാകും. അങ്ങനെ ഒത്തിരി വരും. ഇതെല്ലാം കൂടെ ചേർന്ന് താൻ ഏറെക്കുറെ ഒരു അവഗണിക്കപ്പെട്ട സാഹചര്യത്തിലായി. അപ്പോൾ ആ സാഹചര്യത്തിൽ തന്നെ ഒന്ന് റീബിൽഡ് ചെയ്യുവാൻ ക്രിസ്ത്യൻ ലീഡേഴ്സിൽ ചിലർക്ക് താല്പര്യമുണ്ടായി. ആ ഭാഗം അവരെന്നോട് പറഞ്ഞു. അങ്ങനെയാണ് നമ്മൾ ഈ പ്രാവശ്യം അവരെ വിളിച്ചത്. അവരെ ഇവിടെ വിളിക്കണമെന്ന് ഒരുപാട് പേര് താല്പര്യം പറഞ്ഞു. നമ്മുടെ ഈ ചർച്ചിൽ നിന്ന് സഹോദരിമാരിൽ പ്രത്യേകിച്ചും പലരും എൻ്റെ അടുക്ക് വന്ന് വളരെ താല്പര്യമായിട്ട് പറഞ്ഞു, അവരെ വിളിക്കണം. സോ വിളിക്കാൻ എനിക്കൊരു ചാൻസ് ഉണ്ടായിരുന്നു. അല്ലെങ്കിൽ ഞാൻ പെർമിഷനൊക്കെ എടുത്തിട്ട് വിളിക്കുകയുള്ളായിരുന്നു. ഇവിടുന്ന് ചർച്ചയിൽ നിന്ന് ആളുകൾ ആവശ്യപ്പെട്ടു. അതേ സമയത്ത് ഇൻ്റർനാഷണലി മലയാളി ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയിൽ നിന്ന് ഇൻ്റർനാഷണലി ലീഡർഷിപ്പ് നിൽക്കുന്ന ചിലർ എന്നോട് പറഞ്ഞു, പാസ്റ്ററെ ഒന്ന് ബിൽഡ് ചെയ്യണം. ഇങ്ങനെ ഒരാൾ താഴോട്ട് പോയാൽ ആ സമയത്ത് ബാംഗ്ലൂർ ചർച്ച് ഒന്ന് വിളിച്ചാൽ തിരിച്ചിഞ്ഞ് വന്നിരിക്കും. കാര്യം നമ്മുടെ TV ആയി, വെബ്സൈറ്റായി, ആദ്യം ഇതൊക്കെ ആളുകൾ കണ്ടിരിക്കും. ഇവിടെ വരുന്നവരും കാണും, കേൾക്കും. നാളെ എന്നോട് ആരൊക്കെയാന്ന് ചോദിക്കുമ്പോൾ ഇന്നാരെന്ന് പറയുമ്പോൾ തീർന്നു. പിന്നെ ആളുകൾ വിളിച്ചു തുടങ്ങും, അല്ലെങ്കിൽ ഒരു അപ്രൂവൽ കിട്ടും. അങ്ങനെയൊക്കെ കരുതി, പല കാരണങ്ങൾ കരുതിയാണ് വിളിച്ചത്. ഞാൻ കമ്മിറ്റിയോടും പറഞ്ഞിരുന്നു. അവരെ യാത്ര അയക്കുന്ന കാര്യത്തെക്കുറിച്ചാണ് അടുത്ത് പറയാനുള്ളത്. എനിക്ക് തോന്നി അവരുടെ കഴിഞ്ഞ സർജറിയിൽ അവർ ജയിക്കാനുള്ള കാരണം ഡോക്ടർ ജോൺ എന്ന് പറയുന്നയാൾ, എനിക്ക് ഫസ്റ്റ് ഡോക്ടർ ജോണിനെ അറിയാം, നമ്മുടെ ഇംഗ്ലീഷ് സെക്ഷനിൽ അദ്ദേഹം വന്നിട്ടുണ്ട്. ഡോക്ടർ ജോൺ എന്ന് പറയുന്നയാൾ ഓൾമോസ്റ്റ് ഫ്രീ ആയിട്ട് ഒരു 5 സർജറി നടത്തി കൊടുത്തതുകൊണ്ടാണ്. അല്ലെങ്കിൽ നസീല ബേബി ഇവിടെ കാണുകയില്ലായിരുന്നു. ഇന്ന് ഭൂമിയിൽ ദൈവത്തിൻ്റെ കാര്യമാണ്. എന്നാൽ മാനുഷികമായി ദൈവം ഉപയോഗിച്ചത് അദ്ദേഹത്തെയാണ്. 5 സർജറിയുടെ കാശ് അദ്ദേഹത്തിൻ്റെ എന്ന് കൊടുത്തു എന്നല്ല ഞാൻ പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ വൈഫ് ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജിലെ ഒരു പ്രധാന സ്ഥാനത്ത് ജോലി ചെയ്യുന്നയാളാണ്. താനും അവിടെ ജോലി ചെയ്തിരുന്നയാളാണ്. അതുകൊണ്ട് മെഡിക്കൽ കോളേജിൽ തനിക്കുള്ള ഇൻഫ്ലുവൻസ് ഉപയോഗിച്ച് ഗവൺമെൻറ് അനുവദിച്ചത് തനിക്ക് ചെയ്തു കൊടുത്തു. ദാറ്റ്സ് ഇറ്റ്. അനുവദിക്കാത്തതൊന്നുമല്ല, അത് ചെയ്തു കൊടുത്തുകൊണ്ടാണ് ജീവനോടിരിക്കുന്നത്. പക്ഷെ തുടർന്ന് അവരെ ഒന്ന് സാമ്പത്തികമായിട്ട് സപ്പോർട്ട് ചെയ്യുന്നത് നല്ലതായിരിക്കുമെന്ന് എനിക്കും ഇതിനകത്തിരിക്കുന്ന പലർക്കും താല്പര്യമുണ്ട്. ചർച്ചിൽ നിന്ന് 4 ശുശ്രൂഷകന്മാരെ വിളിച്ചാൽ ഏറെക്കുറെ ഒരുപോലെ മാത്രമേ 4 പേരെ യാത്ര അയക്കാനൊക്കത്തുള്ളൂ. മേ ബി ഇച്ചിരി വലിയ വ്യത്യാസമൊക്കെ ചെയ്യാനൊക്കെ, എന്നാൽ ഗൗരവമായി വ്യത്യാസം വരുത്താൻ ഒക്കത്തില്ല. കാര്യം ചർച്ചിൻ്റെ സ്റ്റാൻഡേർഡിനത് മോശമാണ്. പാസ്റ്റർക്ക് ഇഷ്ടമുള്ളവരെ വിളിച്ചു, അല്ലെങ്കിൽ കമ്മിറ്റിക്ക് ഇഷ്ടമുള്ളവരെ വിളിച്ചു, അവർക്ക് ഒത്തിരി കൂടുതൽ കൊടുത്തു, വേറൊരാളിന് കുറച്ച് കൊടുത്തു. നോ, അത് വരാൻ പാടില്ല. അതുകൊണ്ട് നമ്മളെല്ലായിടത്തും അതിൻ്റെ മാന്യത സൂക്ഷിക്കാൻ വേണ്ടി എല്ലാവർക്കും കൊടുക്കുന്ന പോലെ മാത്രമേ ചർച്ചയിൽ നിന്ന് കൊടുക്കാൻ ഒക്കുകയുള്ളൂ. അതിനേക്കാൾ ഉപരി ചെയ്യണമെന്ന് താല്പര്യമുള്ള പലരും എൻ്റെ അടുക്ക തന്നെ പറഞ്ഞു. എനിക്കും ആ താല്പര്യമുണ്ട്. അതുകൊണ്ട് നമ്മളൊരു സ്തോത്ര കാഴ്ച നാളെ വെക്കാൻ താല്പര്യപ്പെടുക. അപ്പം വ്യക്തിപരമായിട്ട് ആർക്കെങ്കിലും ആ സഹോദരിയെ സഹായിക്കണമെന്ന് താല്പര്യമുണ്ടെങ്കിൽ 100 രൂപ, 1000 രൂപ, 10,000 രൂപ, 10 രൂപ, 5 രൂപ, വാട്ട് എവർ നിങ്ങൾക്ക് താല്പര്യമുള്ള ഒരു എമൗണ്ട്
ഒരു നിർബന്ധവും ഞാൻ പറയുകയല്ല, ചെയ്യണം എന്ന് ഞാൻ വാദിക്കുകയല്ല. ദൈവത്തിനും കൂടെ താല്പര്യമാണെങ്കിൽ നമ്മുടെ കാശ് കാണും. നാളെ ഒരു സ്തോത്ര കാഴ്ച അവർക്ക് വേണ്ടി എടുക്കും. ഇന്ന് 11:30 കഴിഞ്ഞ് കൊണ്ടുവരാവേ എന്ന് പറഞ്ഞു, 12 അടുത്തേ കൊണ്ടുവരാവേ എന്ന് പറഞ്ഞു. കാര്യം ഇന്നലെ എനിക്ക് അനൗൺസ് ചെയ്യാൻ ഒക്കത്തില്ലായിരുന്നു. പുള്ളിക്കാരത്ത് ഇവിടെ ഇരിക്കുമ്പോൾ എനിക്ക് ഇത്തരം വിവരങ്ങൾ അനൗൺസ് ചെയ്യാൻ ഒക്കത്തില്ലായിരുന്നു. അതുകൊണ്ടാണ് അവരെ താമസിപ്പിച്ച് കൊണ്ടുവന്നുകൊണ്ട് ഇന്ന് ഈ കാര്യം നേരത്തെ അനൗൺസ് ചെയ്യുന്നത്. നാളെ ഒരു അവധി ദിവസമായതുകൊണ്ട് കൂടുതൽ ആളുകൾ കൂടാൻ സാധ്യതയുണ്ട് എന്നും പറയുന്നു. നാളെ രാവിലത്തെ സെക്ഷനിൽ സിസ്റ്റർ നസീല ബീബിക്ക് വേണ്ടി ഒരു സ്തോത്ര കാഴ്ച എടുക്കും. ഈ അനൗൺസ്മെൻ്റ് ഒന്നും അവരിവിടെ നേരത്തെ വന്നു പോയാൽ ഈ അനൗൺസ്മെൻറ്റ് പറയാനൊക്കത്തില്ല. ലേറ്റായിട്ടേ വന്നുള്ളതിന് ഒന്നുകൂടെ പറയും. അതിന് വരുന്നവർ പ്രാർത്ഥനാപൂർവ്വം കരുതി വരുവാനായി ഇന്ന് ഞാൻ ഓർപ്പിക്കുകയായിരുന്നു. എടുക്കുന്ന സ്തോത്ര കാഴ്ച എത്ര ആയാലും എനിക്ക് തോന്നുന്നത് അത് അവരുടെ തന്നെ പോകും. ചില ആളുകൾ ഇവിടെ വന്നാൽ ഇംഗ്ലീഷൊക്കെ പറയുന്നവരാണെങ്കിൽ ഇംഗ്ലീഷ് സെക്ഷനിൽ നിന്ന് ആളുകൾ വരും. ഹോട്ടൽ അക്കോമഡേഷൻ ഞാൻ ഏറ്റു, ഇന്നത് ഞാൻ ഏറ്റു എന്ന് പറയാൻ ആളുകൾ കാണും. മലയാളം സെക്ഷനിൽ നിന്ന് അങ്ങനെ അധികം പേര് വരാറില്ല. ഉണ്ട് ഇല്ലെന്നല്ല ഞാൻ പറഞ്ഞത്, അധികം പേര് വരാറില്ല. സോ നമ്മൾ ഒരുമിച്ച് സഹകരിക്കുന്നത് നന്നായിരിക്കും. അക്കാര്യം ഒന്നാമത് ഓർപ്പിക്കട്ടെ. 2, ജവഹർ സാമുവലിനെ കുറിച്ച് ദൈവം അനുവദിച്ചാൽ തിങ്കൾ ചൊവ്വ ബുധൻ 3 രാപകലുകൾ ഡോക്ടർ ജവഹർ സാമുവൽ അവർകളായിരിക്കും ഇവിടെ ശുശ്രൂഷിക്കുന്നത്. ഡോക്ടർ ജവഹർ സാമുവൽ ഇവിടെ ശുശ്രൂഷിക്കുന്നതിനെക്കുറിച്ച് ഇന്ന് അദ്ദേഹത്തെ ഞാൻ ഒന്നുകൂടെ രാവിലെ വിളിച്ച് ഒരു കൺഫർമേഷൻ എടുത്തു. അദ്ദേഹം എന്നോട് പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിൽ ദൈവം കൊടുത്തിരിക്കുന്ന കാഴ്ചപ്പാട് ഈ ചർച്ചിനകത്തേക്കും ബാംഗ്ലൂർ പട്ടണത്തിലേക്കും ഒരു നല്ല ഇമ്പാർട്ടേഷൻ നടക്കും. ഞാൻ അദ്ദേഹവുമായി കണ്ടുമുട്ടിയ രംഗം പറഞ്ഞു. ഇത് ഞാൻ ഞായറാഴ്ച പിന്നെയും പറയും. ഞാൻ അദ്ദേഹവുമായി കണ്ടുമുട്ടിയ രംഗം പറഞ്ഞു. മരിച്ചവരെ ഉയർപ്പിക്കുന്ന വിശ്വാസത്തെക്കുറിച്ചായിരിക്കും ക്ലാസ് എടുക്കുന്നത് എന്ന് അദ്ദേഹം പറഞ്ഞു തുടങ്ങി. ട്രാൻസ്ലേഷൻ തീരെ ഒക്കാതെ വന്നതുകൊണ്ട് ക്ലാസ് പരാജയപ്പെടുന്നു എന്ന് എനിക്ക് തോന്നിയതുകൊണ്ട് ഞാൻ തന്നെ ട്രാൻസ്ലേഷന് കയറി ചെന്നു. ഞാൻ വോളണ്ടിയറായിട്ട് ട്രാൻസ്ലേഷന് പോകുമായിരുന്നു. എന്നെ അവരുടെ അടുത്ത് കൺവെൻഷന് വിളിച്ചെടുത്ത് ഞാൻ അതിന് താഴെ ട്രാൻസ്ലേഷന് പോകുക എന്നുള്ളത് സാധാരണ പതിവല്ല. അദ്ദേഹത്തിന് എംബാരസ്മെൻ്റ് ഉണ്ടായി, എനിക്ക് സന്തോഷമുണ്ടായി. പക്ഷേ കാര്യം നന്നായി നടന്നു. അങ്ങേര് മരിച്ചവരെ ഉയർപ്പിക്കുന്ന കാര്യത്തെക്കുറിച്ച് ഇൻസിഡൻറ്റ് പറഞ്ഞതേ ഉള്ളൂ, ക്ലാസ് ഒന്നും എടുത്തില്ല. 2 അദ്ദേഹം പറഞ്ഞ ഇൻസിഡൻറ്റിൽ താൻ തന്നെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റതാണ്. ഏതാണ്ട് 2-3 മണിക്കൂർ മരിച്ചു കിടന്ന സാഹചര്യത്തിൽ നിന്ന് താൻ ഉയർത്തെഴുന്നേറ്റതാണ്. താൻ എഴുന്നേൽക്കുമ്പോൾ കാണുന്ന കാഴ്ച ഒരു കർത്തൃദാസൻ തൻ്റെ ശരീരത്തെ അള്ളിപ്പിടിച്ച് കർത്താവേ തിരിച്ചു തന്നേ പറ്റൂ എന്ന് പറഞ്ഞ് കിടക്കുന്നതാണ്. അതുകൊണ്ട് അത് തിരിച്ചു വന്നതെന്ന് തനിക്കറിയാം. 2, അദ്ദേഹത്തിൻ്റെ ശുശ്രൂഷയിൽ മരിച്ച ഒരാൾ ഉയർത്തു എന്ന് അദ്ദേഹത്തിൻ്റെ വാ കൊണ്ട് പറഞ്ഞു. 3, തൻ്റെ ഈ പവർ കോൺഫറൻസ് ക്ലാസ്സുകൾ, ഇതല്ല 5 ദിവസം അതിൻ്റെ മെയിൻ ക്ലാസ്സുകൾ, 5 ദിവസത്തെ ക്ലാസ്സുകളിൽ പങ്കെടുത്ത 3 പേർ, ഏതാണ്ട് 10-20 വർഷത്തിനകമാണ്, 10-20 വർഷം കൊണ്ട് എല്ലാ മാസവും നടക്കുന്ന കോൺഫറൻസുകളിൽ പങ്കെടുത്തവരിൽ 5 വ്യക്തികളുടെ കൈകൊണ്ട് ഓരോ മരിച്ചവർ ഉയർത്തിട്ടുണ്ട് എന്ന് അദ്ദേഹം പറയാനിടയായി. എങ്കിൽ ആ മനുഷ്യൻ ഇവിടെ വന്ന് ക്ലാസ് എടുക്കുന്നെങ്കിൽ നമുക്ക് നന്മയായിരിക്കും. ഒരു സ്പെഷ്യൽ ഉപവാസ പ്രാർത്ഥന ആയതുകൊണ്ട് ഇന്ന് രാവിലെ അദ്ദേഹത്തെ വിളിച്ച് സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, നിങ്ങളുടെ സഭയ്ക്കും ബാംഗ്ലൂർ പട്ടണത്തിനു വേണ്ടി എന്തോ ഇമ്പാർട്ടേഷൻ ഉണ്ട് എന്ന് എനിക്കും തോന്നുന്നു. പക്ഷെ ദിവസം 2 സെക്ഷൻ വീതം മാത്രമാണെങ്കിൽ 6 സെക്ഷനുകൾ കൊണ്ട് അത് കംപ്ലീറ്റ് ആകത്തില്ല. അതുകൊണ്ട് ദിവസം 3 സെക്ഷൻ വീതം വെക്കുന്നത് നന്നായിരിക്കും എന്ന് അദ്ദേഹം പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ താൻ പറയുന്നത് 10 മണിക്ക് മീറ്റിംഗ് ആരംഭിക്കണം. നമ്മുടെ വർഷിപ്പ് ടീം ഇവിടെ ഉണ്ടായിരിക്കണം. റോയും എല്ലാവരും ഒന്ന് കേട്ടോണേ, നമ്മുടെ വർഷിപ്പ് ടീം ഇവിടെ ഉണ്ടായിരിക്കണം. കുറച്ച് സമയം നമ്മൾ വർഷിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ മകൻ ഒരു വർഷിപ്പ് ലീഡറാണ്, അദ്ദേഹം കൂടെ ചേരും. തുടർന്ന് രാവിലത്തെ സെക്ഷൻ കഴിഞ്ഞു. ആഫ്റ്റർനൂൺസ് ഒരു 1 hour ബ്രേക്ക് കൊടുത്തൊരു ചായയും കൊടുത്തുകൊണ്ട് ആഫ്റ്റർനൂൺ സെക്ഷൻ ഇരിക്കുക. വീണ്ടും ഈവനിങ്ങിൽ 3ാമത്തെ സെക്ഷൻ ഇരിക്കുക. ഈ 3 സെക്ഷനായി ഇരുന്നാൽ 9 സെക്ഷനുകൾ ആകെ ലഭിക്കും. അതുകൊണ്ട് അല്പം കൂടെ കൂടുതൽ ചെയ്യാൻ കഴിയുമെന്ന് തോന്നുന്നു. നമ്മുടെ മിഡിൽ വീക്കാണ്, നമുക്കതങ്ങ് എടുക്കുന്നത് നല്ലതാണെന്ന് എനിക്കും തോന്നുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ കഴിവുള്ളിടത്തോളം ട്രൈ ആൻഡ് അഡ്ജസ്റ്റ് യുവർ ലീവ്. നമ്മുടെ ലീവ് ഓഫ് ഇതൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ ഒക്കുന്നവർ, വീട്ടിൽ ക്രമീകരണം ചെയ്യാൻ ഒക്കുന്നവർ വരുന്നത് നന്നായിരിക്കും. അങ്ങനെ 3 ദിവസം 9 സെക്ഷനുകൾ പോകുന്നത് നന്നായിരിക്കും. ഇത് ഓർപ്പിക്കാൻ ഞാൻ ഞായറാഴ്ച വീണ്ടും ഓർപ്പിക്കാം. എൻ്റെ എസ്റ്റിമേറ്റ് അനുസരിച്ച്, എനിക്ക് കിട്ടുന്ന എൻക്വയറികൾ അനുസരിച്ച് 1000 പേരോളം വെളിയിൽ നിന്ന് നമ്മുടെ കൂടെ ജോയിൻ ചെയ്യേണ്ടതായിട്ട് കാണും. തമിഴ് സംസാരിക്കുന്നവരായി കുറേ പേര് എന്നെ വിളിച്ച്, എൻ്റെ ചർച്ചിൽ നിന്ന് 50 പേര് വരും, എൻ്റെ ചർച്ചിൽ നിന്ന് 30 പേര് വരുമെന്നൊക്കെ പറഞ്ഞു. വരുമ്പോഴറിയാൻ വരുമെന്ന് പറഞ്ഞു. ഇവരെല്ലാം ചോദിക്കുന്ന ഈ ആഹാരത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞു, ഇവിടെ ഫാസ്റ്റിങ്ങാണ്, അതുകൊണ്ട് ഇഷ്ടമല്ലാത്തവർ കണ്ടേക്കാം, വന്നില്ലെന്ന് വരെ ഇവിടെ ഫാസ്റ്റിങ്ങാണ്. ചായ നമ്മൾ കൊടുക്കും, അതൊഴിച്ചാൽ വേറെ ഒന്നും കാണത്തില്ല. അപ്പം വന്നാൽ
നമ്മൾ 10 മണിക്കൊക്കെ ഇവിടെ എത്തിയിട്ടില്ലെങ്കിൽ ചിലപ്പോൾ ഇരിക്കാൻ സീറ്റ് കിട്ടിയില്ലെന്ന് വരും. ഗസ്റ്റ് ഇവിടെ ഇരുന്ന് കഴിഞ്ഞ ശേഷം അല്ലെങ്കിൽ ചർച്ചിൻ്റെ വെളിയിൽ നിന്നുള്ളവർ വന്ന ശേഷം പിന്നെ എഴുന്നേപ്പിച്ചിരുത്തുന്നത് ബുദ്ധിമുട്ടായി എന്ന് വരും. അതുകൊണ്ട് ആ സമയം തക്കത്തിൽ ഉപയോഗിപ്പാൻ ഞാൻ കർത്താവിൽ ഓർപ്പിക്കുന്നു. ഇന്ന് രാവിലെ ഞാൻ സന്തോഷനോട് സംസാരിച്ച് ഞാൻ പറഞ്ഞായിരുന്നു, നമ്മുടെ ടോയ്ലറ്റിൻ്റെ അവിടെ ഒക്കെ ഇച്ചിരി ഒന്ന് വർക്ക് ചെയ്യണമെന്നുണ്ട്. ഇപ്പോൾ അത് അത്ര നല്ല സ്റ്റാൻഡേർഡിലൊന്നും അല്ല കിടക്കുന്നത്. നമുക്ക് ഈ വസ്തു കിട്ടുമ്പോൾ ടോട്ടൽ ടെമ്പററി ആയിരുന്നു, എങ്ങനെയാണെന്ന് അറിയത്തില്ല, ഇമ്മീഡിയറ്റ് ആയിട്ട് എന്തെങ്കിലും ചെയ്ത് ഇതിനകത്തോട്ട് കയറണം, അങ്ങനെയൊക്കെ ആയിരുന്നതുകൊണ്ട് അതിൻ്റെ പണികൾ അത്രയൊക്കെ ചെയ്തുള്ളൂ, ശ്രദ്ധിച്ച് ചെയ്തില്ല. ഇപ്പോൾ ഒന്ന് നമ്മുടെ ടോയ്ലറ്റൊക്കെ ഒന്നുകൂടെ നന്നായിട്ട് ചെയ്യണമെന്ന് നിങ്ങൾ പറഞ്ഞു. കഴിഞ്ഞ ദിവസം ഞങ്ങൾ കമ്മിറ്റിയിലുള്ളവരൊക്കെ ഒന്ന് ചേർന്ന് പറഞ്ഞു. അപ്പോൾ കൂട്ടത്തിൽ ഞാൻ സന്തോഷത്തോടെ രാവിലെ പറഞ്ഞു, ക്ലോസ് ടെലിവിഷൻ്റെ ഒരു കേബിളും കൂടി ഇടാൻ പോവുകയാണ്. കാരണം ഈ 2 ഓഡിറ്റോറിയം കൂടെ നമുക്ക് ഒരുമിച്ച് കണക്ട് ചെയ്താൽ ദൈവത്തിൻ്റെ കരുണയാൽ നമുക്ക് ഇരട്ടി ആളുകളെ വേണ്ടി വന്നാൽ അക്കോമഡേറ്റ് ചെയ്യാവുന്ന ഒരു ഫെസിലിറ്റി നമുക്കുണ്ടാകും. ദൈവം നമ്മളെ തന്നതൊന്നും നമ്മൾ കളയണ്ടല്ലോ, അതുകൊണ്ട് നമുക്കത് ഉപയോഗിക്കാം. അപ്പോൾ ദൈവം നമ്മളെ തന്ന മാന്യതയിൽ ഇപ്രാവശ്യം നമുക്കത് കിട്ടത്തില്ല, അങ്ങേ ഹോൾ കിട്ടത്തില്ല. കാര്യം ഇനിയിപ്പോൾ 2-3 ദിവസം കൊണ്ട് ക്ലോസ് ടെലിവിഷൻ്റെ വയറിംഗ് ഒന്നും നടക്കുകയില്ല, എളുപ്പമല്ല. അതുകൊണ്ട് നമ്മൾ ഈ ലഭിച്ചിരിക്കുന്ന അക്കോമഡേഷൻ ഉപയോഗിക്കാം. ഇതിനകത്ത് ആളുകൾ നിറച്ചു വരാൻ പ്രാർത്ഥിക്കുക, ഒരു ഇമ്പാർട്ടേഷൻ നടക്കാൻ പ്രാർത്ഥിക്കുക. അത് കർത്താവെ ഞങ്ങൾക്ക് തരണേന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുക. കാര്യം ഒരു ചെറുതിലല്ല. ഓൾറൈറ്റ്, മരിച്ചവരെ ഉയർപ്പിക്കാൻ വേണ്ടിയുള്ള വിശ്വാസത്തിനാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്, അതിനുള്ള കൃപാവരത്തിന് വേണ്ടിയാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. പോട്ടപ്പ ഒരു ക്യാൻസർ പൊറുക്കാനേലും കിട്ടിയാൽ ഇപ്പം നമ്മൾ പ്രാർത്ഥിച്ചിട്ട് ഒരു ഉറുമ്പിയാകുന്നില്ല അല്ലേ, ഒരു ചോറി പൊറുക്കുന്നില്ല. ഞാനൊന്നും നടക്കുന്നില്ലെന്നല്ല പറഞ്ഞത്, പലരുടെയും അനുഭവം, എല്ലാവരുടെയും അല്ല ഞാൻ പറഞ്ഞു, പലരുടെയും അനുഭവത്തിൽ ഒന്നും സംഭവിക്കുന്നില്ല. അതിനേക്കാൾ അപ്പുറത്തിൻ്റെ ജീവിതത്തിലൊരു വളർച്ച കിട്ടുമെങ്കിൽ നല്ലതല്ലേ, ദൈവം എനിക്ക് തരുന്ന നല്ല ദാനം. അതുകൊണ്ട് അത് ഏറ്റെടുക്കുവാൻ ഉപവാസത്തോടും പ്രാർത്ഥനയോടും താല്പര്യത്തോടും പ്രിപ്പറേഷനോടും കൂടെ ദയവായി വരുന്ന ആഴ്ചയിലായിരിക്കുവാൻ അപേക്ഷിക്കുന്നു. അതിനെ തുടർന്നായിരിക്കും റോൺ ചാൾസിൻ്റേത്. 2 സെക്ഷൻ വീതമേ അതിനെ കാണത്തുള്ളൂ. ഞാൻ ഈ 64 വർഷത്തിനോടകം കേട്ടിട്ടുള്ള പഴയ നിയമത്തിൻ്റെ ഭാഗങ്ങളിൽ നിന്നുള്ള വിശദീകരണത്തിൽ, 64 വർഷത്തിനോടകം കേട്ടിട്ടുള്ള പഴയ നിയമത്തിൻ്റെ വിശദീകരണത്തിൽ റോൺ ചാൾസിൻ്റെ ഒപ്പം വേദപുസ്തകത്തിൻ്റെ ആഴത്തിൽ വിശദീകരിച്ച രണ്ടാമതൊരാളിനെ കണ്ടിട്ടില്ല. അതുകൊണ്ടാണ് ആ മനുഷ്യൻ്റെ ക്ലാസ്സിനകത്ത് എനിക്ക് അത്രയും താല്പര്യമുള്ളത്. എല്ലാവരും എത്ര ദിവസം എനിക്ക് പങ്കെടുക്കാൻ നോക്കുമെന്ന് എനിക്ക് അറിയാൻ വയ്യ. ചർച്ചിൻ്റെ കാര്യങ്ങളല്ലേ, ചിലത് അങ്ങോട്ടോ ഇങ്ങോട്ടോ പോകേണ്ടി വന്നാൽ പോകേണ്ടതായി വരും. കിട്ടുന്ന അവസരങ്ങൾ ഉപയോഗിക്കുവാൻ കർത്താവിൽ ഓർപ്പിക്കുന്നു. കർത്താവിൻ്റെ ദാസന്മാരാരെങ്കിലും ശുശ്രൂഷിക്കാൻ തയ്യാറായിട്ടുണ്ടോ? ഒരു ഡെലിവറൻസ് സെക്ഷൻ നമ്മൾ എടുക്കും, അതിനുശേഷമായിരിക്കും പ്രെയർ റിക്വസ്റ്റിന് പ്രാർത്ഥിക്കുന്നത്. ആരെങ്കിലും ശുശ്രൂഷിക്കാൻ തയ്യാറായിട്ടുണ്ടോ? സിസ്റ്റേഴ്സ് ആരെങ്കിലും ദൈവത്തെങ്കിൽ നിന്ന് പ്രാപിച്ച എന്തെങ്കിലും ഒരു വെളിപ്പാടോ ദർശനമോ പ്രബോധനമോ പറയാനായിട്ട് റെഡിയാണോ? പുറപ്പാട് പുസ്തകത്തിലേക്ക് നമുക്ക് മടങ്ങി വരാം. 1 മിനിറ്റ് പോലും കളയാതെ നമുക്ക് ദൈവസന്നിധിയിൽ ഉപയോഗിക്കാൻ വേണ്ടി 12-ന് 5 മിനിറ്റ് മുമ്പേ ഞാൻ നിർത്തും. എന്നിട്ട് പ്രയർ റിക്വസ്റ്റിന് വേണ്ടി കൊടുക്കും. 12 മണിക്ക് നമുക്ക് മൈക്ക് ഹാൻഡ് ഓവർ ചെയ്യാമെന്ന് തോന്നുന്നു. പ്രയർ റിക്വസ്റ്റുകൾ ആർക്കെങ്കിലും ഇടാനുണ്ടെങ്കിൽ അടുത്ത 5 മിനിറ്റ് കൊണ്ട് ഇതിനകത്ത് എവിടെയെങ്കിലും ഇട്ടാൽ മതി. ഈ ബോക്സിനകത്ത് എവിടെയെങ്കിലും ഇട്ടാലും മതി. കുര്യൻ തോമസ് എടുക്കുന്നത് ഓരോന്നോരോന്ന് അദ്ദേഹത്തിൻ്റെ കൊടുത്താൽ നിങ്ങൾക്ക് അത് വായിക്കാൻ നേരം കിട്ടുകയില്ല, ഇത് വാങ്ങിക്കാനേ നേരം കിട്ടൂ. സോ ആ ബോക്സിനകത്ത് അങ്ങ് ഇട്ടേച്ചാട്ടെ, അദ്ദേഹം അത് എടുത്തോളും. പാസ്റ്റർ കുര്യൻ തോമസ് ഒന്നേ അദ്ദേഹത്തിൻ്റെ ഈ അല്ലെ ആരുടെയും കൈ കൊടുത്ത് ചെയ്യിക്കുക, വാട്ടവർ, അദ്ദേഹമായിരിക്കും അതിൻ്റെ ചുമതല. പുറപ്പാട് പുസ്തകം 18-ാമത്തെ അധ്യായത്തിലായിരുന്നു നമ്മൾ കഴിഞ്ഞ ദിവസം വന്നത്. ഞാൻ എടുത്തുകൊണ്ടിരുന്ന 16-ാമത്തെ അധ്യായം നമ്മൾ എടുത്തുകൊണ്ടിരുന്ന ആശയം, ദൈവം ഒരാളിനെ വിളിച്ചാൽ ആ വിളിയുടെ മുമ്പിൽ അന്തം വരെ ചെല്ലുവാനുള്ളതെല്ലാം കരുതിയിരിക്കും. ഇത് 1960-കളിൽ ശക്തമായി ദൈവം എന്നോട് ഇടപെട്ടിരുന്ന ഒരാശയമാണ്. 1960-കളിൽ എന്ന് പറഞ്ഞാൽ 50 വർഷം മുമ്പേ, അല്ലല്ലോ 40 വർഷം അല്ലേ, 50 വർഷം മുമ്പ്. മൈ ഗുഡ്നസ്, 50 വർഷം മുമ്പേ ദൈവം ഇടപെട്ടുകൊണ്ടിരുന്ന ഒരാശയമായിരുന്നു. ആരെങ്കിലും ഒരാൾ ഹെൽപ്പ് ചെയ്തേ. 50 വർഷങ്ങൾക്ക് മുമ്പേ ദൈവം എന്നോട് ഇടപെട്ടുകൊണ്ടിരുന്ന ഒരാശയമായിരുന്നു. എന്നാൽ ഈ കഴിഞ്ഞ ദിവസം ഇന്നത്തെ മോഡേൺ ശൈലിയിൽ ബിഷപ്പ് ടി.ഡി. ജെയ്ക്സ് ഇതേ ആശയത്തെ എടുത്തു പറഞ്ഞു. അദ്ദേഹം ഈ ആശയത്തെ എടുത്തു പറഞ്ഞപ്പോൾ എവരി വിഷൻ ഹാവ് എ പ്രൊവിഷൻ, എവരി വിഷൻ ഹാവ് എ പ്രൊവിഷൻ. എന്നോട് ദൈവം ഇടപെട്ടപ്പോൾ ദൈവം ഒരാളിനെ വിളിച്ചിറക്കിയാൽ അന്തം വരെ എത്തിക്കേണ്ടതിനാവശ്യമുള്ള സകലതും ആ വിളിയിൽ ഉൾക്കൊണ്ടിട്ടുണ്ട്, ആ വിളിയിൽ ഉൾക്കൊണ്ടിട്ടുണ്ട്. ഇതാണ് എന്നെ ഏൽപ്പിച്ച ആശയം. ഞാനൊരു കൊച്ചു ഉദാഹരണം പറയാൻ താല്പര്യപ്പെടുന്നു. ഒരിക്കൽ എനിക്ക് കാനഡയ്ക്ക് പോകാനായിട്ട് ഒരു വീസ വേണമായിരുന്നു. ഇപ്രാവശ്യം സുനിലിനൊരു വീസ വേണം. അവൻ എന്നെ വിളിച്ചു വെച്ചിട്ട്, അടി ഞാൻ ന്യൂയോർക്കിൽ അപ്ലൈ ചെയ്താൽ കിട്ടുമോ എന്ന് പറഞ്ഞ, മോനെ വളരെ ഡൗട്ട്ഫുള്ളാണ്, വാഷിങ്ടൺ DC നീ അപ്ലൈ ചെയ്ത് നോക്ക്, കിട്ടാൻ വളരെ ഡൗട്ട്ഫുള്ളാണ്. കാരണം ഇന്ത്യക്കാരന് ഇന്ത്യയിൽ നിന്ന് തന്നെ വീസ എടുത്തിരിക്കണമെന്ന് ഓരോ രാജ്യങ്ങൾക്കും നിയമമുണ്ട്. ഇതേ സമയത്താണ് ഞാൻ ന്യൂയോർക്കിലായിരിക്കുന്ന സമയത്ത് കാനഡയിലേക്ക് പോകാനായിട്ട് ഒരു ഇൻവിറ്റേഷൻ ലെറ്റർ വന്നത്. സാധാരണഗതിയിൽ 1/2 കിലോ ഡോക്യുമെൻ്റ് കൊടുത്താൽ പോലും അവർ ഒരു ഡൽഹിയിലേക്ക് പാസ്പോർട്ട് അയച്ച് പറയാമെന്നൊക്കെ പറയേ ഉള്ളൂ.
അത്രയും ഡോക്യുമെൻറ്റ്സ് ഇല്ലെങ്കിൽ ഒക്കുകയില്ലെന്ന് പറഞ്ഞ് വിടുകയുള്ളൂ. ഇതാ പതിവ്. ഇവിടുന്ന് സുനിൽ എന്നെ വിളിച്ചു പറഞ്ഞു, ഡാഡിക്ക് അവിടെ ഒരു ഇൻവിറ്റേഷൻ ഉണ്ട്, ഇൻവിറ്റേഷൻ അവിടെ വരും, അവിടെ ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കാൻ പറഞ്ഞു. എനിക്ക് ഒട്ടും വിശ്വാസമില്ലായിരുന്നു കിട്ടുമെന്ന്. പക്ഷേ ഈ എഴുതിയിരുന്ന ആൾ, അതാണ് തന്ന എഴുത്താണ്. ഇതിനേക്കാളും തമാശയാണ്, 1.5 ലൈൻ ചെറിയ അക്ഷരത്തിൽ പ്രിൻ്റ് ചെയ്തിരിക്കുകയാണ്. വാചകം ഇതാണ്: ബി അഡ്വൈസ്ഡ് ദാറ്റ് റെവറൻഡ് വർഗീസ് ഈസ് അവർ ഓൺ എയർ ഗസ്റ്റ് ഫോർ ദ നാഷണൽ ടെലിവിഷൻ ഓൺ സച്ച് ആൻഡ് സച്ച് ഡേറ്റ്. ഒരു ലൈൻ തീർന്നു. രണ്ടാമത്തെ ലൈനിൽ മേക്ക് ഓൾ നെസസറി അറേഞ്ച്മെൻറ്റ്സ്. ഇത്രയേ ഉള്ളൂ. സൈൻ ചെയ്തിരിക്കുന്നത് കാനഡയുടെ കമ്മ്യൂണിക്കേഷൻ ഡയറക്ടർ പോൾ വിലോബി. ഞാൻ ഈ ഒരു ലെറ്ററുമായിട്ട് ന്യൂയോർക്കിൽ ചെന്നു. ന്യൂയോർക്കിൽ അവരുടെ എംബസി ചെന്നേച്ച് പറഞ്ഞു, ഇതങ്ങോട്ട് കൊടുത്തു. എന്നോട് ചോദിച്ചു ഏത് രാജ്യക്കാരനാണ്? ഞാൻ പറഞ്ഞു ഇന്ത്യക്കാരനാണ്. ഗോ ടു ഡൽഹി. തീർന്നു. അപ്പം ഞാൻ ഒരു സ്ത്രീ അവിടെ, ഞാൻ പറഞ്ഞു മാഡം ദിസ് ലെറ്റർ ഈസ് അഡ്രസ് ടു യു. അവർ അന്നേരത്തെ ലെറ്റർ എടുത്ത് നോക്കുന്നത്, അതേപോലെ അവർ നോക്കിയില്ല. ആ ലെറ്റർ ഇങ്ങോട്ട് എടുത്തേച്ച് ഒരു എംബസിയിൽ അല്ലെങ്കിൽ ഒരു കൗൺസിലേറ്റിൽ ഞാനിത് കണ്ടിട്ടില്ല. അവർ ഇരുന്നിടത്തുനിന്ന് അങ്ങ് എഴുന്നേറ്റ് എന്നോട് ചോദിച്ചു, സർ ആർ യു, നിങ്ങളാണോ ഈ വർഗീസ്? ഞാൻ പറഞ്ഞു അതെ. അവിടെ കാറ് ബുക്ക് ചെയ്തിട്ടുണ്ടോ? ഞാൻ പറഞ്ഞില്ല, ഞാൻ ചെയ്തോളാം. സർ ഹോട്ടൽ ബുക്ക് ചെയ്തിട്ടുണ്ടോ? ഞാൻ പറഞ്ഞില്ല, ഞാൻ ചെയ്തോളാം. ഞാൻ പറഞ്ഞു വേണ്ട, എനിക്കിതെല്ലാം വേറെ ഉണ്ട്, ബുക്ക് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല, എന്നെ കൊണ്ടുപോകാൻ അവിടെ വേറെ ആളുണ്ട്. നോ, പോൾ വിലോബി എഴുതിയ ലെറ്റർ എൻ്റെ കയ്യിൽ കിട്ടിയാൽ ബാക്കി എൻ്റെ ഡ്യൂട്ടിയാ ഞാൻ ചെയ്തേ പറ്റൂ. ആ ഒറ്റ വിളിയിൽ 1.5 ലൈൻ അതിനകത്ത് ചെന്ന താമസിക്കാനുള്ള സൗകര്യങ്ങൾ, എനിക്കുള്ള ടാക്സി, കാറ്, ഡ്രൈവര്, സകലവും അതിനകത്ത് ഉൾപ്പെട്ടിട്ടുണ്ട്. കാരണം അതിൻ്റെ അടിയിൽ ഒപ്പിട്ടിരിക്കുന്ന വ്യക്തിത്വം ആ സാമ്രാജ്യത്തിൻ്റെ കമ്മ്യൂണിക്കേഷൻ്റെ ഡയറക്ടറാണ്. സ്വർഗത്തിലെ ദൈവം ഒരാളിനെ ഒന്ന് വിളിച്ചാൽ, ഓ ഗുഡ് ഗോഡ്, അതിനകത്ത് സകലവുമുണ്ട്. ആ വിളിച്ചിരിക്കുന്ന ആളിൻ്റെ വിളിയുടെ വലിപ്പമാണ്. എന്നെ പറയുന്ന ആശയം നിങ്ങൾക്ക് നന്നായി മനസ്സിലാകും. വിളിച്ചിരിക്കുന്ന ആളിൻ്റെ വിളിയുടെ വലിപ്പം ഇവിടെ മുതൽ തിരിച്ചിഞ്ഞ് വരുന്നത് വരെ എനിക്ക് ആവശ്യമുള്ളത് കരുതുന്നത് പോലെ ഈ ഭൂമിയിൽ നിന്നൊരു വ്യക്തിത്വത്തെ ദൈവം വിളിച്ചാൽ ആ വിളിക്കകത്ത് തരേണ്ട സകലതും കരുതിയിട്ടുണ്ട്. ബിഷപ്പ് ടി ഡി ജെയ്ക്സിൻ്റെ ഭാഷയിൽ ദൈവം ഒരാളിനെ ഒരു ദർശനം ഏൽപ്പിച്ചാൽ ആ വിളി എന്നുള്ളത് അദ്ദേഹം ഒരു ദർശനമായി മാറ്റി. വിളി ഒരു വ്യക്തിക്ക് ലഭിക്കുന്നത് ഒരു ദർശനത്തിലൂടെയാണ്. നിശ്ചയമായിട്ടും ആശയം ശരിയാ. അതിനകത്ത് തിരിച്ചു മടങ്ങി വരുന്നത് വരെയുള്ള പ്രൊവിഷനുകൾ മൊത്തം ചേർത്തിട്ടുണ്ട്. ഞാൻ ഇതേ ആശയത്തിൽ നിന്നുകൊണ്ട് പുറപ്പാട് പുസ്തകത്തിൽ നിന്ന് വിളിക്കപ്പെട്ട ഇസ്രയേലിന് വേണ്ടി അല്ലെങ്കിൽ അയക്കപ്പെട്ട മോശയ്ക്ക് വേണ്ടി ദൈവം വഴി ഒരുക്കിയതിനെ കുറിച്ചാണ് ചിന്തിച്ചുകൊണ്ടിരുന്നത്. എന്തിന്? ഇന്ന് പകലും നടക്കേണ്ട വിടുതലുകൾക്ക് ഇത് ആധാരമായിരിക്കേണ്ടതിന് വേണ്ടി ആ ഭാഗത്തെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഈ ജനത്തെ വിടുവിച്ചത് ഇറക്കിയത് ഒരുപാട് ഭാഗങ്ങൾ നമ്മൾ എടുത്തിട്ടുണ്ട്. ഞാൻ ഇപ്രാവശ്യം വന്നത് എന്തുകൊണ്ടോ പുറപ്പാട് പുസ്തകം 16-ാമത്തെ അധ്യായത്തിലാണ്. പുറപ്പാട് പുസ്തകം 16-ാമത്തെ അധ്യായത്തിൽ നിന്ന് കഴിഞ്ഞ ഒരു ദിവസം രാത്രിയിൽ ഇങ്ങനെ വായിക്കാൻ ദൈവാത്മാവ് എനിക്കൊരു പ്രേരണ തന്നു. ഞാനത് വായിച്ചുകൊണ്ടിരുന്നപ്പോൾ ഐ കുഡ് കൺട്രോൾ. എനിക്ക് 2-3 മീറ്റിംഗ് കഴിഞ്ഞ് ഞാൻ വന്ന് കിടന്ന് ഒന്ന് ഉറങ്ങുകയാണ്. അപ്പോൾ എന്നോട് ആരൊക്കെയോ വർത്തമാനം പറയാൻ പിന്നെയും വന്നിരിക്കുന്നു. ഇന്ത്യ വെച്ചല്ലായിരുന്നു ഞാൻ ഇപ്രാവശ്യം വെളിയിൽ പോയ കൂട്ടത്തിലാണ്. 2-3 മീറ്റിംഗ് കഴിഞ്ഞ് വന്നു. എനിക്ക് ഐം റിയലി ടയർഡ്. എനിക്ക് എൻ്റെ കയ്യിൽ 2-3 ലീഡേഴ്സിനെ കിട്ടുകയാണെങ്കിൽ, ദൈവം എന്നെ അയച്ചിട്ടുണ്ടെങ്കിൽ, ഒരു സ്വല്പം പോലും റിസർവേഷൻ ഇല്ലാതെ എൻ്റെ എനർജി തീരുന്നത് വരെ ഞാൻ അവരോട് പറയും. പ്രസംഗത്തിന് ആവശ്യം പോലെ സമയമുണ്ട്. റിസപ്റ്റീവായ ഒരു ഗ്രൂപ്പാണെങ്കിൽ എൻ്റെ എനർജി തീരുന്നത് വരെ പ്രസംഗിക്കുക. അതെൻ്റെ പതിവാണ്. കാര്യം അതിനകത്ത് ദൈവം എന്നെ അയച്ചത് എന്നെനിക്ക് നന്നായിട്ട് അറിയാം. ടൈം ഒന്നും നോക്കാറില്ല, ബാക്കി ഒന്നും നോക്കാറില്ല. ഇങ്ങനെ എൻ്റെ എനർജി കംപ്ലീറ്റ് എക്സോസ്റ്റ് ആയ ശേഷമാണ് ഞാൻ വരുന്നത്. അന്നേരത്ത് വന്നിരിക്കുന്ന ഒരു 4-5 പേര് പിന്നെ എന്നോട് ഓരോ ചർച്ച് ഗ്രോത്തിനെ കുറിച്ചും ചർച്ചിൻ്റെ അഡ്മിനിസ്ട്രേഷനെ കുറിച്ചും പല കാര്യങ്ങൾ ചോദിക്കാൻ. അപ്പം ഞാൻ പറഞ്ഞ സഹോദരന്മാരെ, ഇന്ന് ലീവ് മീ അലോൺ, എനിക്ക് ഇരിക്കാൻ വയ്യ, ഐ എം ടയേർഡ്, അതുകൊണ്ട് ഞാനൊന്ന് കിടക്കാൻ പോകാമെന്ന് പറഞ്ഞു. ഞാൻ കിടക്കാനായിട്ട് കയറി. അപ്പോൾ അവിടുത്തെ പാസ്റ്റർ എനിക്ക് വന്ന് റൂമെല്ലാം ക്രമീകരിച്ച് പാസ്റ്റർ ഉറങ്ങിക്കോളാൻ പറഞ്ഞു. ഞാൻ ഉറങ്ങാൻ കിടക്കുകയും പെട്ടെന്ന് ദൈവാത്മാവിൻ്റെ ഹൃദയത്തിൽ എഴുന്നേറ്റ് നിന്ന് ദൈവവചനം ഒന്നുകൂടെ വായിച്ചു, ഒന്നുകൂടെ പ്രാർത്ഥിക്കാനൊരു തോന്നൽ തന്നു. ഞാൻ എഴുന്നേറ്റ് നിവൃത്തപ്പോൾ കിട്ടിയത് പുറപ്പാട് പുസ്തകം 16-ാമത്തെ അധ്യായം. അങ്ങനെ ഞാൻ ഇവിടെ വരാനുള്ള കാരണം വേറൊന്നുമല്ല. ഇത് എത്ര പ്രാവശ്യം ഇതിനു മുമ്പേ വായിച്ചതാ, ഇനി എത്ര പ്രാവശ്യം വായിക്കാൻ കിടക്കുന്നു ആയുസുണ്ടെങ്കിൽ. പുറപ്പാട് പുസ്തകം 16-ാമത്തെ അധ്യായം വായിച്ച കൂട്ടത്തിൽ ഒരു പദമാണ് എന്നെ തൊട്ടത്. അതായത് ജനത്തിൻ്റെ പിറുപിറുപ്പ് ദൈവം മുമ്പിലെത്തി. മോശ പ്രശ്നത്തിലായി. ദൈവം മോശയോട് സംസാരിക്കാൻ ഇറങ്ങി. പെട്ടെന്ന് ദൈവത്തിൻ്റെ തേജസ് വെളിപ്പെട്ടു. ആ ദൈവത്തിൻ്റെ തേജസ് വെളിപ്പെട്ടു. പലപ്പോഴും നിങ്ങളൊരു കൊച്ചു ഏരിയയുടെ ചുമതല നോക്കുന്നയാളാകാം, ഒരു വീടിൻ്റെ അമ്മയാകാം, ഒരു വീട്ടിലെ ചുമതല നോക്കുന്ന വ്യക്തിത്വമാകാം.
ഏതെങ്കിലും ഒരു കൊച്ചു കൂട്ടായ്മയിൽ നേതൃത്വം കൊടുക്കുന്നയാളാകാം. ഒരു പക്ഷേ ഈ സഭയിൽ വരുന്ന 2 പേരെ കർത്താവിലേക്ക് വിളിച്ചുകൊണ്ട് വന്നയാളായിരിക്കാം. ഒരാത്മിക ഉത്തരവാദിത്വമുള്ള ആളായിരിക്കാം. ഉത്തരവാദിത്വത്തിൽ നിൽക്കുന്ന ഒരു വ്യക്തി ഭാരത്തിലാകുന്നത് കണ്ടാൽ വിളിച്ചവൻ കൈവിടാറില്ല. നേരെ വെളിപ്പെട്ടത് ദൈവിക തേജസ്സ. ജനത്തിൻ്റെ പിറുപിറുപ്പിൻ്റെ മുമ്പിൽ മോശയും അഹരോനും ഒരുമിച്ച് നിൽക്കുമ്പോൾ യഹോവയുടെ തേജസ് വേഗത്തിൽ അവർക്ക് വെളിപ്പെട്ട. ആ ഭാഗത്ത് ഒന്നുകൂടെ മടങ്ങി വന്നാട്ടെ. എത്രാമത്തെ വാക്യമാണ്? 10-ാമത്തെ. ആ ആ 10-ാമത്തെ വാക്യമാണ് വായിച്ചത്. ഞാൻ അഹരോനെ കുറിച്ച് ഇന്നലെ ഒന്ന് തൊട്ടായിരുന്നു. ഇന്നലെ മിനിഞ്ഞാന്നോ ഞാനൊന്ന് തൊട്ടായിരുന്നു. അഹരോൻ ഒരു വല്ലാത്ത ഓക്വേർഡ് സിറ്റുവേഷനിലാണ്. അഹരോനെ ജനത്തിന് വേണ്ടിയതല്ല, അഹരോനെ ദൈവം വിളിച്ച് അഭിഷേകം ചെയ്തതല്ല. മോശയുടെ വിക്ക് കാരണം മോശയ്ക്ക് ട്രാൻസ്ലേറ്ററായി വിളിച്ചു നിർത്തിയിരിക്കുന്ന സബ്സ്റ്റിറ്റ്യൂട്ടാണ് അഹരോൻ. മറക്കരുത്. ജനം വന്ന കംപ്ലൈൻറ്റ് പറയുന്ന മുഴുവൻ അഹരോനോടാണ്. അഹരോനാണ് ദൈവിക വെളിപ്പാടുള്ള ആളല്ല. മോശയ്ക്കാണ് ദൈവിക വെളിപ്പാടുള്ളത്. മോശയ്ക്ക് സംസാരിക്കാൻ വയ്യാത്ത കാരണത്താൽ മോശയുടെ റിക്വസ്റ്റിൽ ദൈവം അനുവദിച്ച ഒരു മനുഷ്യനാണ് അഹരോൻ. പക്ഷെ അദ്ദേഹം പ്രശ്നത്തിലായി. ജനം വന്ന് തന്നോടാണ് പിറുപിറുക്കുന്നത്. ആ പിറുപിറുക്കുന്ന ജനത്തോട് മോശയ്ക്ക് പകരം അഹരോൻ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അവർ തിരിഞ്ഞു നോക്കുമ്പോൾ കാണുന്ന കാഴ്ച, ഇതിന് ഉത്തരവാദിയായ ദൈവത്തിൻ്റെ തേജസ് തേണ്ട മേഘത്തിൽ വെളിപ്പെട്ടിരിക്കുന്ന കാഴ്ച കണ്ടു. ഇന്ന് ഇതിനകത്തിരിക്കുന്ന ദൈവത്തിൻ്റെ പൈതലെ, നിങ്ങൾ ഒരു ഉത്തരവാദിത്തപ്പെട്ട വ്യക്തിയാണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി ദൈവത്തിൻ്റെ തേജസ് ഉണ്ടാകും എന്ന് മറക്കരുത്. നിങ്ങൾക്ക് വേണ്ടി ദൈവത്തിൻ്റെ തേജസ് ഉണ്ടാകും. ജനത്തിൻ്റെ പിറുപിറുപ്പിനെ, നമ്മുടെ സാഹചര്യങ്ങളുടെ വഷളത്വത്തെ ദൈവത്തിൻ്റെ തേജസ് വെളിവാക്കുവാൻ ഉപയോഗിക്കപ്പെടേണ്ട ഒന്നാണ്. ഇന്ന് ഇതിനകത്തിരിക്കുന്ന ദൈവ പൈതലെ, താങ്കൾ പ്രശ്നത്തിലായാൽ നിങ്ങളെ കൈവിടാത്തവനായ ഒരു ദൈവമുണ്ട്. ഇന്ന് പകൽ തൻ്റെ തേജസ് വെളിപ്പെടണം. ഇന്ന് പകൽ തൻ്റെ തേജസ് വെളിപ്പെടണം. ആ തേജസ് വെളിപ്പെട്ടു. എന്നിട്ട് ദൈവം പറഞ്ഞു, ഈ ജനത്തിൻ്റെ പിറുപിറുപ്പ് ഞാൻ കേട്ടു. ഇനി എൻ്റെ അടുക്ക വിശദീകരണത്തിൻ്റെ കാര്യമില്ല. ഓ ഗോഡ്, പലയിടത്തും കുടുംബജീവിതത്തിൻ്റെ പ്രശ്നങ്ങളെക്കുറിച്ച് ആളുകൾ എൻ്റെ അടുക്കൽ പറഞ്ഞ് പ്രാർത്ഥിപ്പിക്കാൻ വരുമ്പോൾ ഞാൻ ഉപയോഗിക്കുന്ന ഒരു സാധാരണ ഫ്രേസ് ഉണ്ട്. കുടുംബജീവിതം നിങ്ങൾ കണ്ടുപിടിച്ചതല്ല, സ്വർഗത്തിലെ ദൈവം കണ്ടുപിടിച്ച പ്രൊജക്റ്റ് ആണെങ്കിൽ ഇതിൻ്റെ മറുപടിയും ദൈവത്തിൻ്റെ ഉണ്ട്. കുടുംബജീവിതം നിങ്ങളുടെ ആശയമല്ല, ഇത് ദൈവിക ആശയമാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ മറുപടിയും ദൈവത്തിൻ്റെ കയ്യിൽ ഉണ്ട്. ആകയാൽ ദൈവം അത് ചെയ്തു തരേണ്ടതിന് ദൈവത്തിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുക. കർത്താവ് അത് ചെയ്തു തരും. ഈ ജനത്തെ വിളിച്ചു ഇറക്കിയത് സ്വർഗത്തിലെ ദൈവമാകയാൽ, ദൈവത്തിന്റെ ഉത്തരവാദിത്വത്തിൽപ്പെടുന്നതാകയാൽ, അഹരോനെ നിർത്തിക്കൊള്ളുവാൻ ദൈവം അനുവദിച്ചതാകയാൽ അഹരോനെ അങ്ങയ്ക്ക് വേണ്ടി തേജസ് വെളിപ്പെട്ടിരിക്കും. ഇന്ന് പകൽ സഭയ്ക്ക് വേണ്ടി ദൈവത്തിന്റെ തേജസ് വെളിപ്പെട്ടിരിക്കും. കുടുംബങ്ങൾക്ക് വേണ്ടി തേജസ് വെളിപ്പെട്ടിരിക്കും. ദൈവ പ്രമാണത്തിൽ നിൽക്കുന്നവർക്ക് വേണ്ടി തേജസ് വെളിപ്പെട്ടിരിക്കും. വെളിപ്പെട്ടേച്ച് പറഞ്ഞു, ഞാൻ കേട്ടു, ഇനി ഒരു വിശദീകരണത്തിന്റെ ആവശ്യമില്ല. ഞാൻ ഇന്ന് വൈകുന്നേരത്ത് അവർക്ക് ഇറച്ചി കൊടുക്കും, പ്രഭാതയാമത്തിൽ അപ്പം തിന്ന് തൃപ്തരാകും. നമ്മൾ ആ ഭാഗം ഇന്നലെ തൊട്ടു. ഞാൻ അപ്പവും കരുതിയിട്ടുണ്ട്, ആ ഇറച്ചിയും കരുതിയിട്ടുണ്ട്. അവർ ചോദിച്ചത് ഇറച്ചിയാണ്, പക്ഷെ അവരെ ഞാൻ തൃപ്തിപ്പെടുത്താൻ ആഗ്രഹിക്കുന്നത് അപ്പം കൊണ്ടാണ്. അവർ രാവിലെ വന്നു. ഇന്നലെ എടുത്ത ഭാഗം തൊടുകന്നു, ഞാൻ എടുത്ത ഭാഗം തൊടുകന്നു. അവർ രാവിലെ എഴുന്നേറ്റപ്പോൾ മരുഭൂമിയിൽ മുഴുവനും ഡ്യൂ, മഞ്ഞ് പരന്നു കിടക്കുന്നത് കണ്ടു. ഞാൻ ഓർപ്പിച്ചു, പഴയ നിയമത്തിൽ പ്രത്യേകിച്ചും ഈവൻ പുതിയ നിയമത്തിലും ഡ്യൂ, മഞ്ഞ് എന്നെവിടെങ്കിലും കണ്ടാൽ അത് ഡയറക്റ്റ് പരിശുദ്ധാത്മാവിനെ ഓർമ്മിപ്പിക്കുന്നതാണ്. നമുക്ക് തന്നെ പലപ്പോഴും അത്ഭുതം തോന്നും. എൻ്റെ പ്രശ്നത്തിൻ്റെ നടുവിൽ ഇന്നൊരു ആത്മസാന്നിധ്യം അനുഭവിക്കുന്നു. ഓ പ്രൈസ് ദി ലോർഡ്. ചിലർക്ക് രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഏതാണ്ടൊരു ദൈവസാന്നിധ്യം മനസ്സിലാകും. ചിലർക്കൊരു ആരാധനയ്ക്ക് വന്നിരിക്കുമ്പോൾ അപൂർവമായ ഒരു ദൈവസാന്നിധ്യം ബോധ്യപ്പെടും. എൻ്റെ മരുഭൂമിയിൽ മഞ്ഞു വന്നെങ്കിൽ തമ്പുരാൻ ഏതാണ്ട് ചെയ്യുക. അവരവരുടെ മരുഭൂമികളിൽ മഞ്ഞയക്കുന്ന ദൈവത്തിൻ്റെ കരുണയ്ക്കായി എൻ്റെ കർത്താവിനെ സ്തുതിക്കുകയാണ്, എൻ്റെ ദൈവത്തെ വാഴ്ത്തുകയാണ്. എൻ്റെ ചെറിയ പ്രായത്തിൽ സൈക്കിൾ ചവിട്ടി പോകുമ്പോൾ പലപ്പോഴും റോഡിലെ റെഡ് സിഗ്നൽ മറന്ന് ഞാൻ പോയിട്ടുണ്ട്. ഒരിക്കൽ ന്യൂഡൽഹിയിൽ റേസ് കോഴ്സ് എന്ന് പറയുന്ന പാലം എയർപോർട്ടിൻ്റെ അടുക്കൽ ഞങ്ങൾ താമസിച്ചിരുന്നു. അവിടെ ഞാൻ സൈക്കിളിൽ കയറി റേസ് കോഴ്സിലോട്ട് പോവുക. ഞാൻ ഈ അന്യഭാഷയൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ സൈക്കിൾ നല്ല സ്പീഡിൽ ചവിട്ടുക. അന്യഭാഷ മുറുകുന്നതനുസരിച്ച് സൈക്കിളിന് സ്പീഡും കൂടും. അതങ്ങനെ അങ്ങ് പോവുക. എൻ്റെ സ്നേഹിതൻ എന്നെ കണ്ട് പുള്ളി വിളിച്ചു. 1-2 വിളിക്കൊന്നും ഞാൻ കേട്ടില്ല. ഞാനങ്ങ് ചവിട്ടുക. ഇതെന്തൊരു കളി, ഏതാണ്ട് എമർജൻസി ഉണ്ടല്ലോ എന്നുകൊണ്ട് അവൻ എൻ്റെ കൂടെ ചവിട്ടി. ഞാൻ റേസ് കോഴ്സിൽ ചെന്ന് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ഈ പുള്ളി എത്തി അണച്ച് വിളിച്ച് വേർത്ത് വല്ലാതെ ഇങ്ങനെ ഇവിടെ വന്നിട്ടുണ്ട്. നീ എത്തിയോടാന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഞാൻ എവിടെ പോകാൻ? അല്ല, ഞാൻ നിൻ്റെ പുറകെ ഉണ്ടായിരുന്നു കുറേ നേരം. ഞാൻ ചെന്നിട്ട്, അയ്യോ, ആ മോത്തിബാഗ് സെൻട്രൽ പോയിന്റിലെ റെഡ് സിഗ്നലിൽ ജീവനുള്ള ചാടും, നീ ഇഞ്ഞു പോരുന്നു. ഞാൻ കണ്ടില്ല.
മറുഭാഷയൊക്കെ പറഞ്ഞിങ്ങനെ പോകുക. ചില ദിവസം ചിലർക്കൊരു ആത്മസാന്നിധ്യം കാണും, എല്ലാ ദിവസവും അല്ല. ഞാൻ കണ്ടിട്ടുണ്ട് ചെവിക്കകത്ത് ഇയർഫോണും തിരികെ പാട്ടും പാടി കയ്യുമൊക്കെ അടിച്ച ആളുകൾ ഇങ്ങനെ പോകുന്നത് കണ്ടിട്ടുണ്ട്. അവർ ഈ ലോകത്തിലല്ല, അവർ വേറൊരു ലോകത്തിലാണ്. ആത്മീയൻ ചിലപ്പോൾ ഇരിക്കുന്ന ഇടം മറന്ന്, ലോകം മറന്ന് ചിലപ്പം ദൈവത്തെ സ്തുതിക്കാറുണ്ട്. എൻ്റെ മരുഭൂമിയിൽ മഞ്ഞ് വന്നെങ്കിൽ ദൈവത്തിന് സ്തോത്രം. ഇന്ന് പകൽ അവരവരുടെ ജീവിതത്തിൻ്റെ മരുഭൂമി ദൈവസന്നിധിയിലോട്ട് വെച്ചു. ഇന്ന് പകൽ അവരവരുടെ ജീവിതത്തിൻ്റെ മരുഭൂമി ദൈവസന്നിധിയിലോട്ട് വെച്ചു. അതിൻ്റെ മേലൊരു മഞ്ഞുണ്ടാകട്ടെ. എൻ്റെ ജീവിതത്തിൻ്റെ മരുഭൂമി സാമ്പത്തിക തകരാറാണ്, വേറൊരാളിൻ്റെ പ്രശ്നം എൻ്റെ കുടുംബത്തിൻ്റെ പ്രശ്നമാണ്, ഇനിയൊരാളിൻ്റെ മരുഭൂമി എൻ്റെ ശരീരത്തിൻ്റെ ക്ലേശമാണ്, ഇനിയൊരാളിൻ്റെ സാമൂഹികമായ പ്രശ്നമാണ്, കുഞ്ഞുങ്ങളുടെ വിവാഹത്തിൻ്റെ വിഷയമാണ്, മക്കളുടെ വിദ്യാഭ്യാസത്തിൻ്റെ വിഷയമാണ്. വിവിധ മരുഭൂമികളിൽ ഓരോരുത്തർ വന്ന് കറങ്ങുമ്പോൾ ഇന്ന് പകൽ ദൈവത്തിന് പറവാനുണ്ട്, ഞാൻ പ്രൊവൈഡ് ചെയ്യാൻ വരികയാണ്. അതിൻ്റെ ഒന്നാമത്തെ രംഗം ദൈവത്തിൻ്റെ തേജസ്സാണ്. രണ്ടാമത്തെ രംഗം മരുഭൂമിയിൽ മഞ്ഞ് പരക്കുന്നു. ഒരാത്മസാന്നിധ്യം അനുഭവിക്കാൻ തുടങ്ങി. മരുഭൂമിയിൽ മഞ്ഞ് പരക്കുന്നു. മഞ്ഞ് മാറിയപ്പോൾ മഞ്ഞിൻ്റെ നിറമുള്ള വെളുത്ത ഏതോ ഒരു സാധനം തൻ്റെ മരുഭൂമിയിൽ കിടക്കുന്നു. കഴിഞ്ഞ ദിവസം ഇംഗ്ലീഷിൽ അത് വായിച്ചായിരുന്നു. എ റൗണ്ട് ആൻഡ് വൈറ്റ് തിങ്, വെളുത്ത നിറമുള്ളതും മഞ്ഞിൻ്റെ നിറമുള്ളതും ഒരു വട്ടത്തിലുള്ളതുമായ ഏതാണ്ട് ഒരു സാധനം. ഞാൻ പറഞ്ഞു നമ്മുടെ നാടൻ ഭാഷയിൽ ബൊറോട്ട പോലെ ഇരിക്കുന്ന ഒരു സാധനം, പക്ഷെ തീരെ ചെറുതാണ്, കൊത്തമ്പാലരിയുടെ വലിപ്പമേ ഉള്ളൂ. ഇതിങ്ങനെ കിടക്കുന്നത് കണ്ടു. ഇത് കിടക്കുന്നത് കണ്ടുകൊണ്ട് ആളുകൾ ചോദിച്ചു, ഇതെന്തവാ ഇതെന്തവാ ഇതെന്തവാ? ഇത് മന്ന എന്നവർ വിളിച്ചു. മന്ന എന്ന വാക്കിൻ്റെ അർത്ഥം ഇതെന്ത് എന്നാണ്. മന്ന എന്ന വാക്കിൻ്റെ അർത്ഥം. അവരെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിച്ചു, മന്ന 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 ഇതെന്തവാ? നമുക്കും പലപ്പോഴും ഇത്രയും ചോദിക്കാനേ പറ്റത്തുള്ളൂ. കർത്താവേ, അർഹിക്കാത്ത സ്ഥാനത്ത് ഇതെന്തവാ? ഞാൻ 10 രൂപയ്ക്ക് പ്രാർത്ഥിച്ചിടത്ത് ഇതെന്തുവാ 12 വന്ന് കിടക്കുന്നേ? ഞാൻ 2 രൂപയ്ക്ക് പ്രാർത്ഥിച്ചിടത്ത് ഇത് എവിടുന്നായി വന്ന് കിടക്കുന്നേ? ഓ ഗോഡ്, ഇത് എവിടുന്നായി വന്ന് കിടക്കുന്നത്? ഒത്തിരി അനുഭവങ്ങൾ തൊടാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല, പക്ഷേ 64 വർഷം അനുഭവങ്ങളിലൂടെ നടത്തിയ ദൈവത്തെ സ്തുതിക്കുന്നു. അനുഭവങ്ങളിലൂടെ നടത്തിയ ദൈവത്തെ സ്തുതിക്കുന്നു. ഒരിക്കലേ എൻ്റെ സഭയോട് ഞാൻ പറഞ്ഞില്ല, പിന്നെ വേറെ ആരും പറയാൻ, വേറൊരാൾക്ക് അനുഭവം വേണമെങ്കിൽ ഇൻ്റർനാഷണലി ശ്രദ്ധിക്കുന്നവരെ കേട്ടു, നിങ്ങൾക്കൊക്കെ അനുഭവങ്ങൾ ഏറ്റെടുക്കാം. ആമേൻ. ലോകത്തിൻ്റെ പല രാജ്യങ്ങളിലുള്ള ആളുകൾ ഈ സമയത്ത് നമ്മുടെ കൂടെ ഉണ്ട്. ഒരുമിച്ചാണ് നമ്മൾ ദൈവത്തെ സേവിക്കുന്നത്, ഒരുമിച്ചാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് മുന്നോട്ട് പോകാം. ഞാൻ സാധാരണഗതി കൺവെൻഷനുകൾക്ക് വേണ്ടി എവിടെയെങ്കിലും പോവുകയാണെങ്കിൽ ഒരു എമർജൻസി വന്നാൽ തിരിച്ച് ഒരു ഫ്ലൈറ്റ് എടുത്ത് ഇവിടെ വരാനുള്ള വണ്ടിക്കൂലി എൻ്റെ കാണും. ഇന്ത്യക്കകത്ത് പോകുമ്പോൾ അല്ലെങ്കിൽ റിട്ടേൺ ടിക്കറ്റ് കാണും. ഞാൻ ട്രെയിനിനാണ് തിരിച്ചു വരേണ്ടതെങ്കിൽ, അല്ലെങ്കിൽ ബസ്സിനോ ട്രെയിനിനോ ആണ് തിരിച്ചു വരേണ്ടതെങ്കിൽ, എന്തെങ്കിലും ഒരു എമർജൻസി ഉണ്ടായാൽ, ഇത്രയും മെമ്പേഴ്സുള്ള ഒരു ചർച്ചിലെ പാസ്റ്ററാണ് ഞാൻ, ഒരു എമർജൻസി ഉണ്ടായാൽ പെട്ടെന്ന് ആരോടും അഭിപ്രായം ചോദിക്കാതെ ഒരു ഫ്ലൈറ്റ് ടിക്കറ്റ് എടുത്ത് തിരിച്ചിവിടെ എത്തത്തക്ക പൈസ എൻ്റെ പോക്കറ്റിൽ കാണും. 5000 രൂപ എൻ്റെ പോക്കറ്റിൽ കാണും. അതൊരു പതിവാണ്. വീട്ടിലേക്ക് എന്തെങ്കിലും ഒരു അത്യാവശ്യം വന്നാൽ അതിനാവശ്യമുള്ളതും വീട്ടിൽ വെച്ച് പോകും. ഒരു പ്രാവശ്യം ഞാൻ ഇവിടുന്ന് പോകുമ്പോൾ എൻ്റെ അത് ഇല്ലായിരുന്നു. ഞാൻ വിചാരിച്ചു എന്നെ പിക്ക് ചെയ്യുന്നൊരു കുഴപ്പമില്ല, എനിക്ക് അങ്ങനെയൊന്നും പ്രശ്നം വരത്തില്ല, വന്നാൽ എവിടെയെങ്കിലും മാനേജ് ചെയ്യാം എന്ന് കണ്ടുപോയി. പക്ഷെ പോകുമ്പോൾ എനിക്കൊരല്പം മനപ്രയാസം ഉണ്ടായിരുന്നു. തവേ അതെൻ്റെ ഇല്ലല്ലോ എന്ന്. ഞാൻ കടക്കാരനാണെന്നല്ല പറഞ്ഞ്, എനിക്ക് ദാരിദ്ര്യമുണ്ടെന്നല്ല ഞാൻ പറഞ്ഞ്, അന്ന് എൻ്റെ ഇല്ലായിരുന്നു. ഞാൻ പറഞ്ഞു നത്തിങ് മോർ. വീട്ടിൽ കൊടുക്കാനുള്ളത് ഉണ്ടായിരുന്നു, പക്ഷേ എൻ്റെ കയ്യിൽ പൈസ ഇല്ലായിരുന്നു. ഞാൻ ബാംഗ്ലൂർ എയർപോർട്ടിൽ ചെന്നപ്പോൾ വല്ലതും കഴിക്കണമെന്ന് ഇടയ്ക്കൊന്ന് തോന്നി. ഒരു ചായ കുടിക്കുക, അത് കൂടുതൽ ചെയ്യത്തില്ല. അത് എയർപോർട്ടിൽ ഞാൻ കുടിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നില്ല. എന്നിരുന്നാലും പൈസ ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടി പോക്കറ്റ് കൈയിട്ട് നോക്കി. 50 രൂപ എൻ്റെ ഉണ്ടായിരുന്നു. ദാറ്റ്സ് ഇറ്റ്. എൻ്റെ ആവശ്യം കഴിഞ്ഞ് 50 രൂപ എൻ്റെ ഉണ്ട്, അത്രേ ഉള്ളൂ. പക്ഷെ ശകലം നേരം കഴിഞ്ഞ് ഫ്ലൈറ്റ് കയറുന്നതിന് മുമ്പ് ഞാൻ ഒന്നുകൂടെ നോക്കിയപ്പോൾ ഇത് കിടക്കുന്ന 5000 രൂപ എൻ്റെ പോക്കറ്റിൽ. ആരിട്ടു എന്ന് എനിക്കറിയാൻ വയ്യ, പക്ഷെ വന്നു എന്ന് എനിക്ക് സൂക്ഷ്മം അറിയാം. ഞാൻ കേരളത്തിൽ ചെന്ന ശേഷം ഒരു ദൈവദാസനോട് ഈ അനുഭവത്തെക്കുറിച്ച് പറഞ്ഞു. അധികം പേരോട് പറഞ്ഞിട്ടില്ല. ഒരാൾ എന്നോട് പറഞ്ഞു, ദൈവം എന്നെ സഹായിച്ചു, ദൈവം എന്നെ മാനിച്ചു, എനിക്ക് ആവശ്യത്തിന് കിട്ടി. ഞാൻ ചോദിച്ചത് എൻ്റെ സോഴ്സൊക്കെ എന്നാ? എൻ്റെ പാസ് പറയാൻ അറിയാൻ വയ്യ. ഒരാളുടെ വീട് വെച്ചതാ, ആ വീടിൻ്റെ സോഴ്സ് ആയി വെച്ച് പറയാൻ അറിയാൻ വയ്യ. ഇതിങ്ങ് വന്നു സ്തോത്രം. എന്നിട്ട് അങ്ങേര് എന്നോട് പറഞ്ഞു, എൻ്റെ കുഞ്ഞിൻ്റെ ഡെലിവറിക്ക് വേണ്ടി, അദ്ദേഹത്തിൻ്റെ ഭാഷയാണ്, എംഎവറീസിൻ്റെ കാര്യമല്ല, മറ്റേയാളിൻ്റെ, എൻ്റെ കുഞ്ഞിൻ്റെ ഡെലിവറിക്ക് വേണ്ടി എൻ്റെ വൈഫിനെ കൊണ്ടുവന്ന് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യുക. അപ്പോൾ ചാർജ് കുറവിന് ചെയ്തു തരുന്ന ഹോസ്പിറ്റൽ ഏതുണ്ടെന്ന് ചോദിച്ചപ്പോൾ കാരിത്താസ് ഹോസ്പിറ്റലിൽ വലിയ